ബോച്ചെ സന്ദർശിക്കാൻ 3 പേര് ജയിലിലെത്തി. സാധാരണ ജയിലിൽ കിടക്കുന്നവരെ സന്ദർശിക്കുന്നതിന് തടസ്സമില്ല. പ്രത്യേകിച്ച് റിമാൻഡിൽ കിടക്കുന്ന ഒരാളെ വക്കീലിന് വരാം, ബന്ധുക്കൾക്ക് വരാം. അതിനൊന്നൊരു തടസ്സം കേരളത്തിലെ ജയിലുകളിലില്ല. പക്ഷേ ബോച്ചയെ കാണാൻ 3 പേര് വന്നിരിക്കുന്നത് VIP കളായതുകൊണ്ട് അവിടുത്തെ രജിസ്റ്ററിൽ അവരുടെ പേര് കാണാനില്ല. വന്നു സന്ദർശിച്ചു പോയി എന്ന് ഇൻ്റലിജൻസിന് മനസ്സിലായി. ആരാണ് ഈ VIP കൾ? അവരെന്തുകൊണ്ട് അവരുടെ പേരെഴുതിയില്ല? അതിനൊരു തടസ്സമില്ലല്ലോ. ഒരു ജയിലിൽ റിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രതിയെ കാണുന്നതിന് കേരളത്തിലൊരു തടസ്സമില്ല. അവർക്ക് ഏകദേശം എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് കാണാം. പക്ഷേ ഇവരെന്തുകൊണ്ട് ഒളിച്ചും പാത്തും പോയി കണ്ടു? ആരാണ് ആ മാന്യന്മാർ? 3 പേര് അവിടെ വന്ന് VIP ആളായിട്ടാണ് അവിടെ വന്നതെന്നും അങ്ങനെ വന്ന് ബോച്ചയെ കണ്ടിട്ട് പോയി. അതിപ്പം പരസ്യമായി ഈ മഹാന്മാർ 3 പേരെ പറ്റി ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അവരെടുക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ VIP കളെ രഹസ്യമായി കാണുന്നത്? ബോച്ചയുടെ എല്ലാ നിയമവിരുദ്ധമായ ആക്ടിവിറ്റികളും സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ആ VIP? അതുകൊണ്ടല്ലേ അവർ ഒളിച്ചും പാത്തും വന്ന് കണ്ടത്? എന്തുകൊണ്ട് അവരുടെ പേര് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതിയില്ല? അത് എഴുതുന്നതിന് എന്താണ് അവർക്ക് മടി? അവരെ ഐഡൻറ്റിറ്റി മനസ്സിലാവുന്നുണ്ടല്ലേ? ആരാണ് ഈ മഹാന്മാർ? ഏതായാലും കാണുന്നതൊരു കുറ്റകരമല്ല. പക്ഷെ ഒളിച്ചും പാത്തും കണ്ട് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതാതിരുന്നാൽ ആ സബ് ജയിലിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് പ്രശ്നമാണ്. നിയമപരമായി ഡിപ്പാർട്ട്മെൻറ്റുമായി അവർക്കെതിരായിട്ട് നടപടി അതിശക്തമായിട്ട് എടുക്കണം. അവരെ സസ്പെൻഡ് ചെയ്യണം. കാരണം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അവരെ അനുവാദത്തോടു കൂടി ഈ 3 പേരെ അതിനകത്ത് പ്രവേശിപ്പിച്ചു. അത് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഈ പ്രതിയെ റിമാൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനോ അറിയാതെ രഹസ്യമായി സന്ദർശിക്കാൻ പറ്റില്ല. അങ്ങനെ പരസ്യമായിട്ട് സന്ദർശിക്കാം. ആ സന്ദർശന സമയത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായെങ്കിലോ അതെന്തെങ്കിലും കൈമാറാൻ വന്നതാണോ? അങ്ങനെയൊക്കെയുള്ള ധാരാളം റിസ്ക് ബോബി ചെമ്മണ്ണൂരിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് ഉള്ള ഒരാളെ പേരും അഡ്രസ്സും രജിസ്റ്ററിൽ എഴുതാതെ കയറ്റി വിട്ടത് ശരിയല്ല. ജയിൽ DGP അവർക്കെതിരെ ഉടൻ നടപടി എടുക്കണം. അവരെ സസ്പെൻഡ് ചെയ്യണം. ആരാണ് ഈ മഹാന്മാർ? അത് പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തണം. അവർക്ക് എന്താണ് ഇയാളുമായിട്ടുള്ള രഹസ്യബന്ധം? എന്ത് കാരണത്തിലാണ് കണ്ടത്? എന്താണ് കൈമാറിയത്? എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? 8 ദിവസം അദ്ദേഹം ആയല്ലേ ഉള്ളൂ ജയിലിൽ കിടന്നിട്ട്. ഇപ്പം തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ പിന്നെ കണ്ടാൽ പോരെ? ജയിലിനുള്ളിൽ പോയി കാണേണ്ട അത്യാവശ്യം എന്ത്? ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജയിൽ DGP ഈ 3 പേര് ആരാണെന്ന് അവരെ തീർച്ചയായിട്ടും അവരെ ഐഡൻറ്റിറ്റി വെളിയിൽ പറയണം. ആ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കാമെന്ന് കേരള ഹൈക്കോടതി. ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ്റെ റിമാർക്കാണത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് രാമൻപിള്ള തന്നെ കോടതിയിൽ ഹാജരായി. ഗവൺമെൻറ് ജാമ്യം കൊടുക്കുന്നതിന് ഒപ്പോസ് ചെയ്തു. അത് സ്ഥിരമായി ഇയാൾ അണി റോസിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കോടതിയോട് പറഞ്ഞു. പിന്നെ ഒബ്സീനായ റിമാർക്കുകൾ അയാൾ കൂടെ പറയും. അയാളുടെ ചില വാക്കുകൾ ദ്വയാർത്ഥമുള്ളതാണ്. കുന്തിദേവി എന്നുള്ള പ്രയോഗം, അങ്ങനെ പല കാര്യങ്ങളും കോടതി പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ് പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തു. പക്ഷേ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിനകത്ത് ചില പരാമർശങ്ങൾ ഉണ്ടായത് കോടതി കുറ്റപ്പെടുത്തി. അതോടെ തന്നെ വക്കീൽ പിൻവലിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ജാമ്യം കൊടുത്താൽ തെറ്റായ സന്ദേശം ആയി പോകും എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ്. ഇതുപോലെ എന്ത് തോന്നിയാസോ ആർക്കും വിളിച്ചു പറയാം. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കോടതിയിലെ പ്രോസിക്യൂഷൻ വാദിച്ചത്. അറസ്റ്റോടുകൂടി ശരിയായ സന്ദേശം സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ ഹൈക്കോടതിയിൽ പറഞ്ഞത്. തെറ്റായ സന്ദേശമല്ല. അയാൾ തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ശക്തമായ നടപടി പോലീസ് എടുത്തു. വയനാട്ടിൽ നിന്ന് 1000 ഏക്കർ ബോച്ച 1000 ഏക്കർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹത്തിനെ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇന്നിപ്പം 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. പോലീസ് കസ്റ്റഡി 1 ദിവസവും അടുത്ത ദിവസം
ജയിലിലാക്കി. ഇന്ന് 8 ദിവസമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. അത് തന്നെ നല്ലൊരു ശിക്ഷയാണ്. ഇതുപോലെയുള്ള ഒബ്സീൻ വാക്കുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇങ്ങനെ ഉള്ള പല വേലകളും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിനോടുള്ള അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള വൈരാഗ്യം, അവരോടുള്ള അവഹേളനം ഒക്കെ തന്നെയായിട്ട് കണക്കാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഹുങ്ക്. ചില സോഷ്യൽ വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മാന്യമായിട്ട് അദ്ദേഹത്തിനെ എല്ലാവരും സ്വീകരിച്ചോണം, അദ്ദേഹം എന്ത് പറഞ്ഞാലും ക്ഷമിച്ചോണം, അങ്ങനെ ഒരു സൂപ്പർ സിറ്റിസൺ ആയിട്ട് നിൽക്കുകയാണ്. ഏതായാലും അറസ്റ്റോടുകൂടി ആ പദവി പോയി. ഏത് മഹാനായാലും ശരി, ഈ രീതിയിലുള്ള ഒബ്സീൻ വാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും, സ്ത്രീകളെ അവമാനിക്കുന്ന രീതിയിലും സ്ത്രീകളെ ഒരു പരിഗണന കൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റവും, അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നടപടിയുണ്ട് എന്നിപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അദ്ദേഹം എന്ത് കാണിച്ചാലും അതിനെ പിന്തുണയ്ക്കുകയും അതുപോലെ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചാൽ അതിനൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരിലേക്കും ഇതുപോലെ കേസുകൾ പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത രാഹുൽ ഈശ്വറിനെതിരായിട്ടും പരാതി വന്നു കഴിഞ്ഞു. പല ചാനലുകളിലും അദ്ദേഹം ഈ വിഷയം എടുത്തിട്ട് അലക്കുന്ന കാണാം. എന്തിനാണ് ആ നടിയെ അവഹേളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബോച്ച ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തോളൂ, പക്ഷേ അത് ന്യായീകരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനും എല്ലാ ചാനലിലും വരുന്നത് അത് കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. ദ്വയാർത്ഥ പ്രയോഗങ്ങളും അതുപോലെ സ്ത്രീകളെ അവമാനിച്ച ഒരാളെ സപ്പോർട്ട് ചെയ്യും, അത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. അത് ന്യായീകരിക്കാനും ധാരാളം പേരുണ്ട്. അതൊന്നും സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്, നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരായിട്ട് നടപടി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ അതറിയാം. ബോച്ച ഏതായാലും ഇപ്പോൾ ഒരു പാഠം പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് പറയുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ രീതിയിൽ ബാഡ് കമൻറ്റുകൾ ഓരോ യൂട്യൂബുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നവർ സൂക്ഷിച്ചോണം. അവർ പലരും ഒളിച്ചു കഴിഞ്ഞു. കാരണം അങ്ങനെ റിമാർക്ക് പറഞ്ഞ ഏകദേശം 20 യൂട്യൂബുകാരെതിരെ ഈ നടപടി എറണാകുളത്ത് തുടങ്ങിയിട്ടുണ്ട്. ബോച്ചയോടൊപ്പം ഒരാളെ, ഷാജി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇനി അതിനകത്ത് 29 പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് 20 പേരെയുള്ള അഡ്രസ്സുകളൊക്കെ ഇപ്പം വെളിവായി. ഒളിച്ചും പാത്തുമൊക്കെ ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് റിമാർക്ക് തട്ടുന്ന ആൾക്കാരെല്ലാം ഒളിവിപ്പോയിരിക്കുന്നു. അവരവരുടെ ബോഗസ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു സന്തോഷം. കോടതി പറഞ്ഞ പോലെ അറസ്റ്റോടുകൂടി നല്ലൊരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർ ധാരാളമുണ്ട് സമൂഹത്തിൽ. അവർക്കൊക്കെ ഇതൊരു പാഠമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പറഞ്ഞ ഒരാൾ സ്വന്തം പൈസ മുടക്കി അവരെ ക്ഷണിച്ചു വരുത്തി ഉദ്ഘാടനം നടത്തിച്ചിട്ട് അവഹേളിക്കുകയൊക്കെ ചെയ്തതിന് അത്രയും പണം ചിലവാക്കിയ ആൾ ഇപ്പോൾ 8 ദിവസം ജയിലിൽ കിടന്നു നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പണവും സ്വാധീനവും സാമൂഹികമായി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തി, മോശപ്രവൃത്തിയെ ന്യായീകരിക്കുകയില്ല, മോശപ്രവൃത്തിക്ക് ഒരു ഗുണവും കിട്ടില്ല. അതിൻ്റെതായ വഴി കൂടെ പോകുന്നതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം.